അപ്പോൾ ഇന്ന് നമുക്ക് ഓഫർ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഓഫറിൻ്റെ ലോഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 87 സ്റ്റോപ്പുണ്ട്, 96 പാക്കേജും ഉണ്ട്, 33 COD പാക്കേജാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് റൂട്ടിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് പോയിട്ട് പാക്കേജൊക്കെ സോർട്ട് ചെയ്ത് ചാക്കിനകത്താക്കി ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാഗിൽ സോർട്ട് ചെയ്ത് വണ്ടിയെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കേണ്ട പാടൊന്നുമില്ല, സുഖമായിട്ട് വണ്ടി ഇരുന്നോളൂ, അത് മറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇലക്ട്രിക് വണ്ടി ഏതറാണ് വണ്ടിയെ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് എത്ര രൂപ നമുക്കിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് നമ്മുടെ ആമസോൺ ഡെലിവറിയിലൂടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെലിവറി തുടങ്ങുന്നത് എവിടെയാണെന്ന് നോക്കാം. മാപ്പ് എടുത്തിട്ടൊന്ന് വ്യൂ ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കണ്ടോ, ഫസ്റ്റ് ഒരു നോക്കട്ടെ എന്താണെന്ന്. ഒരു അമലസ് ബാബു ഹരിലാൽ മന്ദിരം, നമ്മുടെ പഴയ കലപുരത്ത് ലാൽ പ്രദേശുകാരുടെ വീടാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മാപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം നമ്മൾ ഏരിയ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ മാപ്പൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ഓരോ ഏരിയയും തീർത്താണ് പോകുന്നത്. നമ്മൾ ആദ്യം കലവൂർ തീർക്കും, അത് കഴിയുമ്പോഴത്തേക്ക് കയർ ബോർഡ് 1 വേ ആയതുകൊണ്ട് കയർ ബോർഡ് വഴി കറങ്ങി കലവൂർ ജംഗ്ഷൻ്റെ കുറച്ച് ഭാഗം ചെയ്തിട്ട് നേരെ ബ്ലോക്ക് പ്രീതികുളങ്ങര, അവിടുന്ന് പിന്നെ മാരാംകുളങ്ങര, പിന്നെ ലെപ്രസി, പിന്നെ അവിടുന്ന് നമ്മുടെ ഹനുമാൻ അമ്പലം, പിന്നെ കോർത്തുശ്ശേരി, കാട്ടൂർ, കോളേജ് ജംഗ്ഷൻ, റാണി ജംഗ്ഷൻ, പിന്നെ അവിടുന്ന് കിഴക്കോട്ട് കയറിയിട്ട് നമ്മുടെ സർവ്വദേപുരം, അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ റൈറ്റ് എടുത്തിട്ട് നമ്മുടെ വലിയ കലവൂർ ഹൈവേയുടെ പടിഞ്ഞാറ് വശത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവഴി KSDP വഴി നേരെ നമ്മുടെ ബെർണാടും ചെയ്ത് പിന്നെ പഴയ കയർ ബോർഡിൻ്റെ പടിഞ്ഞാറ് സൈഡ് വഴി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെയും ഡെലിവറി കൊടുത്തിട്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക്, അങ്ങനെയാണ് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കൊടുത്തു. ഇനി നമുക്ക് 41 പോകേണ്ടത്. ഇപ്പോൾ അടുത്ത ആവശ്യം ഏറെക്കുറെ നമുക്ക് വീടൊക്കെ എല്ലാം അറിയാം. ഇനിയിപ്പോഴേ എനിക്ക് ഇന്ന് ചെയ്യാനുള്ളത് 86 സ്റ്റോപ്പിൽ 192 ലൊക്കേഷൻ പേഴ്സിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം എനിക്ക് COD ഉള്ളത് 33 COD ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ ഇത്രയും കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്ക് നോക്കാം. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ആ ഒരു ഏരിയ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ പ്രീതികുളങ്ങര ആ ഭാഗത്ത് അയക്കുന്നത്. നമ്മളിവിടെ ഒരു പാക്കേജ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 16 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 16 × 87 ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. 87 സ്റ്റോപ്പാണ്, 16 അതിൽ 87 സ്റ്റോപ്പിൽ 14 മൾട്ടിപ്പിളോട് ചേർത്ത് 190 പാക്കേജിന് മേലുണ്ട്. അപ്പം എത്രയാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് × 16 അതാണ് നമ്മുടെ ഇന്നത്തെ വരുമാനം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരാൾ ഒരു ദിവസം ഒരു 100 പാക്കേജ്, ഒരു 100 ഷിപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 16 × 100 1200 രൂപ എന്നുള്ള രീതിയിലാണ് നമുക്ക് പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് 2 വീലറും ലൈസൻസും ഉള്ള ആർക്കും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ്. നമ്മുടെ അമ്പലകുളങ്ങര സ്കൈ ജിമ്മിൻ്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഡെലിവറി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് റിസ്ക് ഇല്ല, അതുപോലെ തന്നെ ടാർഗറ്റ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് കൂടെ നമ്മുടെ ജോലിക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ ടൈം നമുക്ക് നമ്മുടെ ടൈം മാത്രമേ നമ്മളിവിടെ പോകുന്നുള്ളൂ. നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് എത്ര ഏണിങ്സ് വേണമില്ല, അതായത് ഒരു ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതായത് ഒരു പാക്കേജിന് 16 രൂപ. അപ്പോൾ നിങ്ങൾ എത്ര പാക്കേജ് കൂടുതൽ കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിന്ന് 100 കൊടുക്കുമെങ്കിൽ എനിക്ക് അത്രയും പൈസ കിട്ടും. എനിക്കത് 25 അല്ലെങ്കിൽ 30 മതിയെങ്കിൽ എനിക്ക് അതിനുള്ള പൈസ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് തീരുമാനിക്കാം ഇവിടെ നമ്മുടെ സാലറി എത്ര വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ നമ്മുടെ ഈ ഡെലിവറിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ലെപ്രസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാക്കിലിരുന്ന പാക്കേജൊക്കെ ഏറെക്കുറെ തീർന്നു. അപ്പോൾ നമ്മളിനി ബാഗിൽ നിന്ന് എടുത്ത് നേരെ ചാക്കിലേക്ക് റീഫിൽ ചെയ്ത് വെക്കും. അപ്പം കുറേശ്ശെ ഏരിയ തീർത്താണ് നമ്മൾ പോകുന്നത്.
സാധനം എല്ലാം പെറുക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 4 മണിയാകുന്നു. നമ്മളിപ്പോൾ കാട്ടൂരാണ് ഉള്ളത്. ഇനി ഒരു 10-32 പാക്കേജ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 13 COD ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇനി സ്പീഡിൽ കൊടുത്തു തീർക്കുക, നേരെ ഓഫീസ് പിടിക്കുക. അങ്ങനെ നമ്മൾ ഡെലിവറിയൊക്കെ തീർത്ത് നമ്മൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഓഫീസിൽ അഫ്സൽ എന്തോ പണിയിലാണ്. അതുപോലെ തന്നെ ജാക്സൺ ചേട്ടനുണ്ട്, ചെറുത്തണ്ണുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോരോ പണിയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഡെലിവറി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. 79 പാക്കേജോളം ഞാൻ ഇന്ന് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കേജൊക്കെ നമ്മളിനി ഓഫീസിൽ കൊണ്ട് കൊടുത്ത് ക്യാഷും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ 79 പാക്കേജ്, അതായത് 79 × 16 എൻ്റെ ഇന്നത്തെ സാലറി.